നമസ്കാരം. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ദുബായ് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഒരു സർക്കുലർ പ്രകാരം 1-ാം തീയതി നമ്മുടെ സാലറി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട്. അതിന് ഒരുപാട് PMഉം അതുപോലെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കിയ ഒരു ബ്രീഫിംഗ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് മിനിസ്ട്രി ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരുടെയും കുത്തകയല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് എംപ്ലോയറുടെ കുത്തകയോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ കുത്തകയോ മാത്രമല്ല, ആരുടെ കയ്യിലാണോ റൈറ്റ് ഉള്ളത് അവരുടെ കൂടെ മിനിസ്ട്രി നിൽക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ആളുകളും, സ്പെഷ്യലി ഫിലിപ്പീൻസ് പോലുള്ള രാജ്യക്കാർ അവരുടെ റൈറ്റുകൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് മേടിച്ചെടുക്കാൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ ഈ കേസ് കറക്റ്റായി അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതാണ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൈറ്റ് മേടിച്ചെടുക്കാൻ ആരുടെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.